أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وما أرسلنا من قبلك إلا رجالا نوحي إليهم فاسألوا أهل الذكر إن كنتم لا تعلمون صدق الله مولانا العظيم يأتي عليكم أويس بن عامر من قرن لو أقسم على الله لأبرا صدق رسول الله. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മുടെ തെറ്റുകളും കുറ്റങ്ങളും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണം. എന്റെ കുറ്റങ്ങൾ ഞാനും നിങ്ങളുടെ ഓരോരുത്തരുടെ കുറ്റങ്ങളും കുറവുകളും നിങ്ങളും തിരിച്ചറിയണം. ഈ തിരിച്ചറിവാണ് നന്മയുടെയും വിജയത്തിന്റെയും തുടക്കം. ഈ തിരിച്ചറിവും അതോടൊപ്പമുള്ള ജാഗ്രതയും ഒരാൾക്കുണ്ടെങ്കിൽ ആ ആൾ സന്തോഷവാനാണ്, ആ ആൾ ഭാഗ്യവാനാണ് എന്നാണ് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു വച്ചത്. എന്ത്? സ്വന്തം കുറ്റത്തെക്കുറിച്ച് ബോധമുള്ള, ആ ബോധത്തോടെ ജീവിക്കുന്ന മനുഷ്യന് സന്തോഷിക്കാൻ വകയുണ്ടെന്ന്. ഹദീസിൽ ഇങ്ങനെ കാണാം, സ്വഹീഹായ ഹദീസിൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൂബാ ലിമൻ ശഗലഹു ഐബുഹു അൻ ഉയൂബിൻ നാസ്. തൂബാ ലിമൻ ശഗലഹു ഐബുഹു അൻ ഉയൂബിൻ നാസ്. മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും പരതി നടക്കാതെ കണ്ടെത്തുന്ന ബോധ്യമാകുന്ന അപരന്റെ കുറ്റത്തിൽ വിമർശിച്ച് ആ കുറ്റവാളികളെ തരം താഴ്ത്തി ആക്ഷേപിച്ച് നടക്കാതെ അതിനുപകരം സ്വന്തം കുറ്റങ്ങളെ തിരിച്ചറിയുകയും അത് പരിഹരിക്കാൻ ശ്രമിക്കുകയും ചെയ്ത മനുഷ്യന്മാർ ആരോ അവർക്ക് സന്തോഷം. തൂബാ ലിമൻ ശഗലഹു ഐബുഹു. സ്വന്തം വൈകൃതങ്ങൾ, വൈകല്യങ്ങൾ, ദുസ്വഭാവങ്ങൾ അതിൽ എൻഗേജഡായ, അതിൽ ജോലിയായ ആളുകൾക്കൊക്കെ സന്തോഷം. അൻ ഉയൂബിൻ നാസ്. അപരന്റെ കുറവുകളിലേക്ക് എത്തി നോക്കാതെ തന്റെ പ്രശ്നങ്ങൾ ആദ്യം പരിഹരിക്കുന്നവർക്ക് സന്തോഷം. ഒരു സ്വഹാബി വര്യൻ ഒരു വേള തിരുസന്നിധിയിൽ വന്ന് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ തിരുദൂതരെ, ഞാനൊരു വ്യക്തിയിൽ, ഒരാളിൽ ധാരാളം തെറ്റുകുറ്റങ്ങൾ കണ്ടാൽ ആ ആളെ ഞാൻ എങ്ങനെ ഉപദേശിക്കണം? ആ കുറ്റവാളിയായ ആളോട് ഞാൻ എങ്ങനെ ഇടപെടണം റസൂലേ? എന്താ ചോദ്യം? ഒരാളിൽ ഒത്തിരി കുറ്റം ഞാൻ കാണുക, ആ ആളോട് ഞാൻ എങ്ങനെ ഇടപെടണം? ആ ആളോട് എങ്ങനെ ഞാൻ ഗുണദോഷിക്കണം? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, തിരുനബി അരുൾ ചെയ്തു, യാ അഹൽ അറബ് ഇദാ റഅയ്ത ഉയൂബൻ ഫിൽ ആഖരീൻ
ഫദ്കുറു ഉയൂബ നഫ്സിക അവ്വലാ. യാ അഖൽ അറബ്, അറബ് സഹോദര, മലയാളി കുട്ടി എന്നൊക്കെ വിളിക്കണ പോലെ, മലയാളി സഹോദര എന്നൊക്കെ വിളിക്കുന്നത് പോലെ, യാ അഖൽ അറബ്, അറബ് സഹോദര, ഇദാ റഅയ്ത ഉയൂബൻ ഫിൽ ആഖരീൻ, നീ അല്ലാത്ത മറ്റുള്ളവരിൽ ധാരാളം കുറ്റങ്ങളും കുറവുകളും നീ കണ്ടാൽ, മറ്റുള്ളവരുടെ കുറ്റം നിന്റെ ശ്രദ്ധയിൽപ്പെട്ടാൽ, നീ ചെയ്യേണ്ടത് ഫദ്കുറു ഉയൂബ നഫ്സിക അവ്വലാ, ആ പോരായ്മകൾ, ആ തെറ്റുകുറ്റങ്ങൾ, ആ ന്യൂനതകൾ, ആ വൈകല്യങ്ങൾ എന്നിലുണ്ടോ എന്നാദ്യം ചിന്തിച്ച് അതിന് പരിഹാരം കണ്ടെത്തിയതിന്റെ പിറകെ വേണം അവരെന്റെ കുറവുകൾക്ക് ഉപദേശം നൽകാൻ പോകാൻ. എന്നുവെച്ചാൽ ആരും ഉപദേശിക്കേണ്ട തികഞ്ഞിട്ട് എന്നുള്ള അർത്ഥത്തിലല്ല. ഞാൻ നിങ്ങളെ ഉപദേശിക്കുന്ന ആളാണ്. ആ ഉപദേശിക്കുമ്പോ ഞാൻ ആദ്യം എന്നിലേക്കൊന്ന് നോക്കണം. നാട്ടുകാരെ കുഴപ്പം മാത്രം നീ കണ്ടെത്തി വഴന്നെറിഞ്ഞാൽ പോരാ, അത് നിന്നിലുണ്ടോന്ന് ഞാനൊന്ന് നോക്കണം. ഇത് അവഗണിക്കുമ്പോഴാണ് അപകടക്കുഴിയാകുന്ന നരകത്തിൽ വീണുപോകുന്നത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് വിജയത്തിന്റെ നിദാനം, ആത്മീയ വളർച്ചയുടെ ആദ്യത്തെ പടവ്, വിശുദ്ധ തൗഹീദിലൂടെ മുന്നേറാനുള്ള പ്രഥമമായ മാർഗം, നാം നമ്മുടെ കുറവുകൾ ആത്മീയ രംഗത്തെ, ദീനീ രംഗത്തെ കുറ്റങ്ങളും കുറവുകളും അപര്യാപ്തതകളും കണ്ടെത്തി പരിഹരിക്കാൻ ശ്രമിക്കലാണ് ആദ്യം ഞാനും നിങ്ങളും ചെയ്യേണ്ടുന്ന പണി. അതിനൊന്നാല് വഴികളുണ്ടെന്ന് കഴിഞ്ഞയാഴ്ച പറഞ്ഞു. എന്റെ കുറ്റം എനിക്ക് കണ്ടെത്താൻ, നിങ്ങളുടെ കുറ്റം നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കാൻ 4 വഴികൾ ദീന് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അതിലൊന്നാമത്തെ വഴിയാണ് കഴിഞ്ഞയാഴ്ച പറഞ്ഞു തുടങ്ങിയത്. അതെന്തായിരുന്നു ആ വഴി? മനസ്സറിഞ്ഞ് ഉപദേശിക്കാൻ കരുത്തുള്ള, കോമണായിട്ട് ഉപദേശിക്കല്ല. എന്റെ മുന്നിൽ ഹിദായത്ത് ചോദിച്ച്, നന്മ ചോദിച്ച് ഒരാള് വന്നാൽ ആ ആളുടെ മനസ്സറിഞ്ഞ് ഉപദേശിക്കാൻ കരുത്തുള്ള, ഖുർആനീക യോഗ്യതയും ജ്ഞാനങ്ങളുമുള്ള ഒരു നല്ല ഗുരുവിന്റെ മുന്നിൽ ചെന്ന് തന്റെ കുറ്റങ്ങളെക്കുറിച്ച് ചോദിച്ചു പഠിച്ചറിയുക. മനസ്സറിഞ്ഞ് ഉപദേശിക്കാൻ കരുത്തുള്ള 4 ഖുർആനീക ഡിഗ്രി നമ്മൾ പറഞ്ഞു. ആ യോഗ്യതകളുള്ള, ഖുർആനീക ജ്ഞാനമുള്ള ഒരു നല്ല ഗുരുവിന്റെ മുന്നിൽ ചെന്ന് താൻ എന്തൊക്കെ സ്വഭാവം മാറ്റണം, താൻ എങ്ങനെയൊക്കെ മുന്നോട്ട് പോകണം എന്ന് ആരായുക, എന്ന് ഉപദേശം തേടുക. ഇത് പറയുമ്പോ പലര മനസ്സിലും ഒരു ചിന്ത ഉയരും, ഒരു ചോദ്യം ഉയരാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് നവീനവാദം ഇസ്ലാമിലേക്ക് കയറ്റിയവർക്ക് ഔലിയാക്കളും അമ്പിയാക്കളൊന്നും വിഷയമല്ലല്ലോ, ഖുർആനും സുന്നത്തും മതിയല്ലോ. മനുഷ്യന്മാര് അതിലെന്ത് കാര്യം? നമ്മുടെ മനമറിഞ്ഞ് ഉപദേശിക്കാൻ കരുത്തുള്ള ഒരു മനുഷ്യനോ, നമ്മുടെ ഉള്ളറിഞ്ഞ് ഏതൊക്കെ ദുസ്വഭാവങ്ങൾ തിരുത്തണമെന്ന് ഉപദേശിച്ച് സൽസ്വഭാവികളാക്കി മാറ്റാൻ കഴിവുള്ള മനുഷ്യരോ, ഒരു മലക്കാണെങ്കിലൊക്കെ, ഒരു മനുഷ്യൻ, നമ്മളെപ്പോലത്തെ ഒരു മനുഷ്യപ്പോ നമ്മുടെ മനസ്സിന്റെ വൈകൃത നോക്കി ഉപദേശിക്കേ, നടക്കൂല അതൊന്നും. ഈ ചിന്തയും ചോദ്യവും പ്രിയപ്പെട്ടവരെ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാര്യത്തിൽ മക്കാ മുശ്രിക്കുകൾക്കും ഉണ്ടായിരുന്നു. ഈ ചിന്തയും ചോദ്യവും ആരംഭ റസൂൽ മക്കയിലേക്ക് വന്ന് റസൂലായി, നബിയായി വിശുദ്ധ തൗഹീദ് പറയാൻ തുടങ്ങിയപ്പോ അവരെ ഭാഗത്ത് നിന്നുള്ള ആദ്യത്തെ പ്രതികരണം എങ്ങനെയായിരുന്നു? ഒരു മനുഷ്യനായ മുഹമ്മദ്, തിന്നുന്ന കുടിക്കുന്ന അങ്ങാടിയിലൂടെ നടക്കുന്ന ഒരു മനുഷ്യനോ ദൈവദൂതനോ,
ഇങ്ങനൊരു മനുഷ്യൻ വന്നിട്ട് നമ്മളെ സംസ്കരിച്ച് ദൈവത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാനോ ഞങ്ങൾ അംഗീകരിക്കില്ല. ഒരു മലക്ക് വന്നാ ഓക്കെ, ഇത് ഞങ്ങളെ കൂട്ടത്തിലൊരാളല്ലേ, ഖുറൈശി തറവാട്ടിലെ ഒരു പുരുഷനല്ലേ, അതുകൊണ്ട് ഞങ്ങൾ അംഗീകരിക്കില്ല. ഞങ്ങൾ പ്രമാണമാണെങ്കിൽ അംഗീകരിക്കാം എന്ന് അഹ്ലു കിതാബ്. കിതാബ് ഞങ്ങൾ അംഗീകരിക്കാം. തൗറാത്ത് ഇഞ്ചീലൊക്കെ ഉണ്ടല്ലോ. ഇതിപ്പോ ഒരു മനുഷ്യൻ ഞങ്ങളെ ഇടയിൽ കയറി വന്നാൽ ഇതിന് മറുപടിയാണ് സൂറത്തുൻ നഹലിന്റെ 43-ാമത്തെ ആയത്ത്. വമാ അർസൽനാ മിൻ ഖബ്ലിക ഇല്ലാ റിജാലൻ നൂഹി ഇലൈഹിം ഫസ്അലൂ അഹ്ലൽ ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ. നബിയെ, അങ്ങേക്ക് മുമ്പ് നാം ധാരാളം ദൂതന്മാരെ നിയോഗിച്ചിട്ടുണ്ട്. പല പല നബിമാരെയും മുർസലുകളെയും അയച്ചിട്ടുണ്ട്. ആ നബിമാരും റസൂലുകളുമൊക്കെയും മനുഷ്യവംശത്തിൽപ്പെട്ട നരജാതിയിൽപ്പെട്ട പുരുഷന്മാർ മാത്രമായിരുന്നു. ഒരു മലക്കും നബിയായി വന്നിട്ടില്ല, ഒരു അന്യഗ്രഹ ജീവിയും റസൂലായി വന്നിട്ടില്ല, ഒരു പെണ്ണും റസൂലായി വന്നിട്ടില്ല. ലക്ഷത്തിലധികം നബിമാരെ ഞാൻ അയച്ചപ്പോ അതൊക്കെയും മനുഷ്യപുത്രന്മാരായ പുരുഷന്മാരായിരുന്നു. നൂഹി ഇലൈഹിം, അവരിലേക്ക് നാം സന്ദേശമറിയിക്കുകയും ചെയ്തിരുന്നു. ഫസ്അലൂ അഹ്ലൽ ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ. ദിക്റിന്റെ അഹ്ലുകാരോട്, അഹ്ലുൽ ദിക്റിനോട് ചോദിക്കൂ നിങ്ങൾക്കറിയില്ലെങ്കിൽ. അല്ലാഹു പറയാ, ആ മക്കയിലെ മുശ്രിക്കുകളോട് അല്ലാഹു പറയാണ്, നിങ്ങൾക്ക് അറിയൂലെങ്കിൽ നിങ്ങൾ ആലിമിനോട് ചോദിച്ചോളൂ എന്നല്ല, നിങ്ങൾക്ക് അറിയൂലെങ്കിൽ പഠിച്ച ആളോട് ചോദിച്ചോളൂ എന്നുമല്ല. അഹ്ലൽ ദിക്രി, ദിക്റിന്റെ ആളോട്. എന്ന് വെച്ചാൽ ദിക്ർ ഇങ്ങനെ ചൊല്ലി നടക്കുന്ന ആള് എന്നാണോ? അല്ല. കയ്യിൽ തസ്ബീഹ് മാല ഏന്തി നടക്കുന്ന ദിക്റുകാരൻ എന്നാണോ? അല്ല. അഹ്ലൽ ദിക്ർ എന്ന് പറഞ്ഞാൽ ദിക്ർ എന്താ? ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിദൂൻ. ഖുർആനിനെ വിളിച്ച പേരാണ് ദിക്ർ. അന്നത് വേദഗ്രന്ഥങ്ങൾ തൗറാത്തും ഇഞ്ചീലും ആയിരുന്നു. ആ ദൈവീക ഗ്രന്ഥങ്ങളിലെ ജ്ഞാനമുള്ള അഹ്ലുൽ ദിക്റിനോട് ചോദിച്ചാൽ കാര്യം പറഞ്ഞു തരും. അപ്പൊ വേദജ്ഞാനമുള്ള ആളുകൾ അവരാണ് ഇന്നും നമ്മളെ നന്നാക്കാനുള്ളത്. എന്നും നമ്മളെ നന്നാക്കേണ്ടത് ആരാണ്? അഹ്ലുൽ ദിക്ർ, വേദജ്ഞാനമുള്ള ആളുകൾ. പ്രിയപ്പെട്ടവരെ, അഹ്ലുൽ ദിക്റിനാണ് നമ്മുടെ കുറവുകൾ പറഞ്ഞു തരാനാവുക, നമ്മുടെ അജ്ഞത ബോധ്യപ്പെടുത്തി തരാനാവുക, നമ്മെ ഉപദേശിച്ച് വളർത്തിയെടുക്കാനാവുക അഹ്ലുൽ ദിക്റിനാണ്. ഇമാം ഗസാലി റഹിമഹുല്ലയോട് അക്കാലത്ത് ചിലർ ചോദിച്ചു. ഹുജ്ജത്തുൽ ഇസ്ലാമാണ് സ്ഥാനപ്പേര്. ഷംസുൽ ഉലമ, ഖമറുൽ ഉലമ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? താജുൽ ഉലമ എന്നൊക്കെ കേട്ടിട്ടില്ലേ സ്ഥാനപ്പേര്? ഇതുപോലെ ഹുജ്ജത്തുൽ ഇസ്ലാം എന്നാണ് ഇമാം ഗസാലിക്ക് ആ 5-6 നൂറ്റാണ്ടില് ജനങ്ങൾ വെച്ച പേര്. ഇസ്ലാമിന്റെ തെളിവ്. ഇസ്ലാമിന്റെ തെളിവ്, ഇസ്ലാമിന്റെ ലക്ഷ്യം, ഇതാണ് സ്ഥാനപ്പേര്. ആളുകൾ ചോദിച്ചു, നിങ്ങൾക്ക് ഉസൂലും ഫുറുവൊക്കെ പച്ചവെള്ളം പോലെ മനസ്സിലായിട്ടുണ്ടല്ലോ, അടിസ്ഥാന വിജ്ഞാനങ്ങളും ശാഖാപരമായ അറിവുകളും അങ്ങേക്ക് അറിയാത്ത ഒരറിവുമില്ലല്ലോ, എവിടുന്നേത് ഒപ്പിച്ചെടുത്തു? ഇമാം ഗസാലി തങ്ങൾ പറഞ്ഞ മറുപടി എന്താ? ഈ ആയത്തോതി ഫസ്അലൂ അഹ്ലൽ ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ. 2 സ്ഥലത്ത് കാണത്, സൂറത്ത് നഹലിലും സൂറത്ത് അംബിയായിലും കാണാം ഇതേ വചനം. ഫസ്അലൂ, ഇമാം ഗസാലി ഓതുകയാണ്, ഫസ്അലൂ അഹ്ലൽ ദിക്രി, ദിക്റിന്റെ വക്താക്കളോട് ചോദിക്കൂ നിങ്ങൾക്കറിയില്ലെങ്കിൽ. ഞാൻ എനിക്കറിയാത്തത് വേദജ്ഞാനമുള്ളവരോട് ചോദിക്കും. അതിലെനിക്കൊരു നാണക്കേടുമില്ല, ഒരു പ്രയാസമില്ല. അങ്ങനെ ചോദിച്ചതിന്റെ ഫലമായി, അവരെ സമീപിച്ചതിന്റെ ഫലമായി എനിക്ക് കിട്ടിയ അറിവുകളാണിതൊക്കെ എന്ന്. പ്രിയമുള്ളവരെ, ഞാൻ ഇത്രയൊക്കെ പറയുമ്പോൾ നിങ്ങൾ സംശയിച്ചിരിക്കണ്ട, ഇതെന്തോ ഖുറാഫാത്ത് പറയാണ് മൊയ്ലിയാർ എന്ന് വിചാരിക്കണ്ട. അഹ്ലുൽ ദിക്ർ, വേദപ്പൊരുളറിയുന്ന മഹാജ്ഞാനികളെ ചെന്ന് കാണണമെന്നും അത്തരക്കാരെ സഹവസിക്കണമെന്നും
അവരോട് ഉപദേശം തേടണമെന്നും അവരോട് ദുആ വസിയത്താക്കണമെന്നും ആരംഭ റസൂലുള്ളാഹി സ്വഹാബികളെപ്പോലും ഉപദേശിച്ചിട്ടുണ്ട്. എന്ത്? സ്വഹാബികളോട് നല്ല മനുഷ്യന്മാരെ കണ്ടാ വിടരുതേ, ചേർന്ന് നിൽക്കണേ, നിങ്ങൾ സഹവസിക്കണേ, നിങ്ങൾ ദുആ ചെയ്യിപ്പിക്കണേ എന്ന് സ്വഹീഹ് മുസ്ലിമിൽ അതാ അൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖാൽ, മഹാനരായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറയാണ്, പുണ്യ റസൂൽ എന്നോട് പറഞ്ഞു, ഞാൻ അടക്കമുള്ള സംഘത്തോടൊരിക്കൽ പറഞ്ഞു, യഅതി അലൈക്കും ഉവൈസ് ഇബ്നു ആമിർ മിൻ ഖറൻ, നിങ്ങളിലേക്ക് യമനിലെ ഖറൻ നാട്ടുകാരനായ ആമിറിന്റെ പുത്രൻ ഉവൈസ് വരും. ഉവൈസ് എന്ന ആളെ നിങ്ങൾക്ക് കാണാനാകും. കാനബിഹി ബറസുൻ, അടയാളം പറഞ്ഞു കൊടുക്കണം. ആ മനുഷ്യന്റെ ദേഹത്ത് വെള്ളപ്പാണ്ടുണ്ടായിരുന്നു. വ്യാപകമായി വെള്ളപ്പാണ്ട് രോഗമുള്ള ആളായിരുന്നു. അദ്ദേഹം ദുആ ചെയ്തു. ഫബറഅ മിൻഹു ഇല്ലാ മൗളിഅ ദിർഹമിൻ. സ്വഹീഹ് മുസ്ലിമിൽ കാണാം. അള്ളാഹുവിനോട് ദുആ ചെയ്തപ്പോ ഇജാബത്ത് കിട്ടി, ആ വെള്ളപ്പാണ്ടിന് ശമനം കിട്ടി, അത് സുഖമായി. ഇല്ലാ മൗളിഅ ദിർഹമിൻ, 1 രൂപ കോയിൻ വട്ടത്തിൽ ഒഴികെ അത്ര ഭാഗം ബാക്കിയായി. അവിടെ വെള്ളപ്പാണ്ടുണ്ട്, അല്ലാത്തതൊക്കെ സുഖായി. ലഹു വാലിദത്തുൻ ഹുവ ബിഹാ ബർറുൻ, അദ്ദേഹത്തിനൊരു മാതാവുണ്ട്. ആ മാതാവിനെ ശുശ്രൂഷിച്ച് സേവിച്ച് മാതാവിന് പരിചരിച്ചുകൊണ്ട് ഫുൾ ടൈം കഴിച്ചുകൂട്ടുന്ന ഒരാളാണ് ഉവൈസ്. ലൗ അഖ്സമ അലല്ലാഹി ലഅബറ, അള്ളാഹുവിനോടൊരു കാര്യം ആണയിട്ട് ചോദിച്ചാൽ അള്ളാഹു വള്ളി പുള്ളി തെറ്റാതെ അത് നൽകുകയും നടപ്പിലാക്കുകയും ചെയ്യും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഉമർ ഇബ്നുൽ ഖത്താബ് അടങ്ങുന്ന സംഘത്തോട് പറഞ്ഞു. കാലചക്രം കറങ്ങി, റസൂലുള്ള വഫാത്തായി, സിദ്ദീഖുൽ അക്ബറിന്റെ ഖിലാഫത്ത് കഴിഞ്ഞു. ഉമർ എന്നവര് ഭരണാധികാരിയായ കാലത്ത് ഒരു ഹജ്ജ് വേളയിൽ മഹാനരായ അമീറുൽ മുഅ്മിനീൻ വിളിച്ചു ചോദിച്ചു, യമനിലെ ഖറൻ നാട്ടിൽ നിന്ന് ഹജ്ജിന് വന്ന ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഖറൻ നാട്ടുകാർ വന്നു, അവിടുത്തെ പണ്ഡിതന്മാർ വന്നു, വലിയ വലിയ കച്ചവടക്കാർ വന്നു. അമീറുൽ മുഅ്മിനീൻ, എന്താ പ്രശ്നം? നിങ്ങളെ നാട്ടിലെ ഒരു ഉവൈസ് എന്ന് പറഞ്ഞ പേരുള്ള ഒരാളുണ്ടോ? പണ്ഡിതന്മാർക്കറിയാൻ പാടില്ല, പ്രഗത്ഭർക്കറിയാൻ പാടില്ല, കേമന്മാരായ കച്ചവടക്കാർക്ക് അറിയാൻ പാടില്ല. ഉവൈസ് എന്ന് പറഞ്ഞ ഒരാളില്ലേ നിങ്ങളെ നാട്ടില്? അപ്പോൾ ഒരു സാധാരണക്കാരനായ ഒരു കിളവൻ, ഒരു വൃദ്ധനായ ആള് മുന്നോട്ട് വന്നിട്ട് പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ്, ഞങ്ങളെ നാട്ടിൽ എന്റെ അറിവിൽ ഒരു ഉവൈസ് ഉണ്ട്. പക്ഷെ ആ ഉവൈസിനെ തിരക്കാൻ സാധ്യതയില്ല. അങ്ങ് ആ ഉവൈസിനെ കുറിച്ച് ചോദിക്കാൻ ഒരു സാധ്യതയില്ല. അതുകൊണ്ട് ആദ്യം ഞാൻ മുന്നോട്ട് വരാതിരുന്നത്. ഉമർ തങ്ങൾ ചോദിച്ചു, അതെന്താ? ഞാൻ പറയുന്ന ഉവൈസ് മലഞ്ചെരുവിൽ ആടുമേക്കുന്ന ഒരു ഭ്രാന്തനാണ് എന്ന് മാത്രമല്ല, പലപ്പോഴും അദ്ദേഹം ആഹാരം കഴിക്കുന്നത് കുപ്പയിലെ എച്ചിലുകൾ ഭക്ഷിക്കുന്ന നായകൾ. ഹോട്ടലിലെ വീട്ടിലെ മാലിന്യം, ഭക്ഷണത്തിന്റെ അവശിഷ്ടം കുപ്പയിലേക്ക് വലിച്ചെറിയുമ്പോൾ അത് നായകൾ വന്ന് തിന്നുമല്ലോ. ആ കൂട്ടത്തിൽ നായകൾക്കൊപ്പം അതിലെ വേസ്റ്റ് തിന്നുന്ന മനോരോഗിയാണ് ഞാൻ പറയുന്ന ഉവൈസ്. അത് അയാളെ ചോദിക്കാൻ അങ്ങ് ചോദിക്കാൻ സാധ്യതയില്ലല്ലോ. ഉടനെ ഉമർ എന്നവർ ചോദിച്ചു, അദ്ദേഹത്തിന്റെ ശരീരത്തിൽ വെള്ളപ്പാണ്ടിന്റെ ഒരു ഭാഗമുണ്ടോ? അതുണ്ട്. ഒരു ഉമ്മ മാത്രമാണോ ഉള്ളത്? അതുണ്ട്. നോക്കുമ്പോ തന്നെ ആള് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മഹാനരായ ഉവൈസുൽ ഖറനി തങ്ങളെ കാണാൻ ചെല്ലുന്നു, ഉപദേശം തേടുന്നു, ദുആ ചെയ്യിപ്പിക്കുന്നു. എന്തുകൊണ്ട്? റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്, മദീനയിൽ 2 ഗോത്രങ്ങളുണ്ട്. പല ഗോത്രമുണ്ട്, 2 ഗോത്രക്കാര്. ഒന്ന് മുളർ, മറ്റേത് റബീഅത്ത് ഗോത്രം. മുളർ റബീഅത്ത് ഗോത്രത്തിൽ ധാരാളം ആടുകളുണ്ട്. ആടിനെ പോറ്റുന്ന, ആടിനെ വളർത്തുന്ന ആ കൃഷി പതിവാക്കിയ 2 ഗോത്രക്കാരാണ് മുളറും റബീഅത്തും. ഒത്തിരി ആട്ടിൻകൂട്ടങ്ങളുള്ള 2 ഗോത്രങ്ങളാണ്. റസൂലുള്ള പറഞ്ഞു, മുളർ ഗോത്രത്തിലെയും റബീഅത്ത് ഗോത്രത്തിലെയും ആടുകളുടെ രോമത്തിന്റെ എണ്ണത്തെക്കാൾ പാപികളായ മനുഷ്യർക്ക് ശഫാഅത്ത് ചെയ്യാൻ കരുത്തുള്ള മനുഷ്യനാണ് ഉവൈസുൽ ഖറനി റളിയല്ലാഹു അൻഹു.
ആയിരക്കണക്കിന് ആടുകളുടെ രോമം എത്ര ഉണ്ടാവും? കോടിക്കണക്കിനുണ്ടാവും അല്ലേ? അതിനേക്കാൾ എണ്ണം പാപികളെ ശഫാഅത്ത് ചെയ്യാൻ, അള്ളാഹുവിന്റെ മുന്നിൽ റെക്കമെൻഡ് ചെയ്യാൻ പവറുള്ള മനുഷ്യനാണ് ഈ ഉവൈസ് എന്ന് നബി തങ്ങൾ പറഞ്ഞത് ഉമർ എന്നവർ കേട്ടു. ഞാൻ റസൂലുള്ളാന്റെ പ്രഗൽഭനായ സ്വഹാബിയാണ്, ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഖലീഫയാണ്, ഞാൻ അമീറുൽ മുഅ്മിനീനാണ്. ഈ ധാരണയൊന്നുമില്ലാതെ ഭ്രാന്തനെപ്പോലെ ജീവിക്കുന്ന ഉവൈസിന്റെ മുന്നിൽ കുഞ്ഞുകുട്ടിയെപ്പോലെ ചെന്നു നിന്നു. എന്തിന്? തന്റെ കുറവ് പരിഹരിക്കാൻ അല്ലേ? തന്റെ കുറവ് പരിഹരിക്കാൻ. പ്രിയപ്പെട്ടവരെ, നമുക്കിത് പാഠമാണ്. ഞാനും നിങ്ങളും സ്വയം പര്യാപ്തരായി ജീവിച്ചാൽ നമുക്ക് നരകത്തിലേക്കാണ് എത്തിപ്പെടാൻ സാധിക്കുക. ഞാൻ പോക്കേണ്, എല്ലാം ക്ലിയർ ആണെന്നുള്ള ധാരണ എപ്പോ കുടുങ്ങിയോ? ഇബ്ലീസിന്റെ പാർട്ടിയിലെ മെമ്പർഷിപ്പ് ആളെ എടുത്തിട്ടുണ്ട്. മരിക്കണത് വരെ അങ്ങനെ ചിന്തിക്കാൻ വകുപ്പില്ല. എനിക്ക് പണിയുണ്ട്, എനിക്ക് നന്നാവാണ്ട്. ഈ ധാരണയിലേ പോകാൻ പറ്റുള്ളൂ. നിങ്ങളറിയോ നമ്മുടെ മദ്ഹബിന്റെ ഇമാമുമാര് അവരാരാ? അൽ മദാഹിബുൽ അർബഅ, 4 മദ്ഹബിന്റെ നായകന്മാർ, ഇമാം. ആരാ അവര്? ഇമാമുന ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി, നമ്മുടെ മദ്ഹബിന്റെ നായകരല്ലേ ഇമാം ഷാഫി തങ്ങൾ. ആരാണ് അവിടുന്ന്? ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ മറ്റൊരു മദ്ഹബിന്റെ ഇമാമാണ്. അവിടെന്ന് പറയുന്നുണ്ട്, റസൂലുള്ളാഹിയുടെ ഒരു ഹദീസ് എടുത്തുദ്ധരിച്ചുകൊണ്ട്, ലാ തസുബ്ബു ഖുറൈശ ഫഇന്ന ആലിമഹാ യംലഉ തിബാഖൽ അർളി ഇൽമാ ഖാല റസൂലുള്ളാഹി. ഇമാം അഹ്മദ് തങ്ങൾ ഒരു ഹദീസ് ഉദ്ധരിക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്, ഖുറൈശി ഗോത്രത്തെ നിങ്ങൾ ഇകഴ്ത്തരുതേ, അവരെ നിങ്ങൾ വിമർശിക്കരുതേ. എന്തുകൊണ്ട്? ആ ഖുറൈശി ഗോത്രത്തിൽ നിന്നൊരു ആലിമ് വരാനിരിക്കുന്നു. യംലഉ തിബാഖൽ അർളി ഇൽമാ, ഈ ഭൂമി മുഴുക്കെ വിജ്ഞാനം കൊണ്ട് നിറക്കുന്ന ഒരു ആലിം ഖുറൈശി ഖബീലയിൽ വരാനിരിക്കുന്നുണ്ട് എന്ന് പ്രവചിച്ച പ്രവചനം നാം അനുമാനിക്കുന്നു ഇമാമുന ശാഫിയെ കുറിച്ചാണ് ആ പറഞ്ഞതെന്ന്. ആരാ പറഞ്ഞത്? ഇമാം അഹ്മദ് തങ്ങൾ. മുസ്നദിന്റെയൊക്കെ രചയിതാവായ അഹ്മദ് തങ്ങൾ പറയാണ്, ഈ ഹദീസിലെ പ്രവചനം ഇമാം ഷാഫിയെ കുറിച്ചാണ്. ഭൂമി നിറയെ വിജ്ഞാനം കൊണ്ട് നിറക്കുന്ന ആലിമെന്ന് റസൂലുള്ള പ്രവചിച്ചത് ഇമാം ഷാഫി തങ്ങളെ കുറിച്ചാണ്. 2 വയസ്സായ മുഹമ്മദ് ബിൻ ഇദ്രീസ് എന്ന കുട്ടി ഇമാമിനെ ഉമ്മ 2 വയസ്സായപ്പോ മക്കയിൽ കൊണ്ടുപോയി നിർത്തി. ഇമാം ഷാഫി തങ്ങളെ ഉമ്മ 2 വയസ്സ് തികഞ്ഞപ്പം മക്കയിൽ കൊണ്ടുപോയി താമസിപ്പിച്ചു. 7 വയസ്സായപ്പോ ഖുർആൻ ഹാഫിളായി ഇമാം ഷാഫി റഹിമഹുല്ല. 7 വയസ്സിൽ. 10 വയസ്സായപ്പോ ഇമാം മാലിക് തങ്ങളുടെ മുവത്ത മുഴുവൻ മനപ്പാടമാക്കി. 15 വയസ്സ് പൂർത്തിയായി, പ്രായപൂർത്തിയായപ്പോ മക്കയിലെ അംഗീകൃത മുഫ്തിയായി ഫത്വാക്കുള്ള അധികാരം ലഭിച്ചു. ഇസ്ലാമിക ഫത്വക്കുള്ള അധികാരം ലഭിച്ചു 15 വയസ്സായപ്പോ. 10 ലക്ഷം ഹദീസുകളാണ് ഇമാം ഷാഫിഈ തങ്ങൾ പഠിച്ചത്. 10 ലക്ഷം ഹദീസുകൾ. ഒരാൾ ഒരു മസ്അല ദീനി വിധി ചോദിച്ചു വന്നപ്പോ ഒറ്റയടിക്ക് ഉത്തരം പറയാതെ 300 തവണ പരിശുദ്ധ ഖുർആൻ ഖത്തം തീർത്തിട്ട് ഉത്തരം കണ്ടെത്തി പറഞ്ഞുകൊടുത്തു ഇമാമുന ഷാഫി തങ്ങള്. ആരാ? വിജ്ഞാനത്തിന്റെ മഹാഗോപുരം, അല്ലെങ്കിൽ അനന്തസാഗരം ഇമാമുന ഷാഫി റഹിമഹുല്ല. ഇത്ര വിജ്ഞാനമുള്ള ഇമാമായിട്ട് ഓക്കെയാണ്. ഇപ്പൊ എന്നെ ആരും നിയന്ത്രിക്കണ്ട, എന്റെ കുറ്റം ഞാൻ തന്നെ കണ്ടെത്തിക്കോളും, ഈ മൈൻഡായിരുന്നില്ല. നബി തങ്ങൾ സ്വഹാബാക്കൾക്ക് കൊടുത്ത നിർദ്ദേശം ഇമാം കേട്ടിട്ടുണ്ട്. എന്റെ കുറവുകൾ ആര് കാട്ടിത്തരും? എന്റെ കുറവുകൾ, കുറ്റങ്ങൾ ആരുണർത്തിത്തരും? അങ്ങനത്തെ ഒരാളെ എനിക്കാവശ്യമുണ്ട്. ഒരു ആത്മീയ ഗുരുവിനെ, ഒരു നായകനെ എനിക്ക് വേണം. ഈ ആത്മദാഹത്തോടെ അങ്ങനെയുള്ള ഖുർആനിക 4 ഡിഗ്രികളുള്ള ഒരു ഗുരുവിനെ തേടി ഇമാം ഷാഫി തങ്ങൾ അലഞ്ഞു നടന്നു. ആര്? എന്റെ കുറ്റം എനിക്ക് പറഞ്ഞു തരുന്ന ഒരാളെ കിട്ടണം. നടന്ന് ചെന്നെത്തിയത് അപ്രസിദ്ധനായ ഒരു ആട്ടിടയന്റെ മുന്നിലാണ്. ആ ആട്ടിടയന്റെ പേരാണ് ഷൈബാനുർ റാഇ റളിയല്ലാഹു അൻ. മഹാജ്ഞാനി, അള്ളാഹുവിന്റെ വലിമാരിൽപ്പെട്ട അപ്രസിദ്ധനായ ജ്ഞാനി. പൊതു ഡിസ്പ്ലേയിലില്ല, ഷെയ്ഖുനല്ല, സ്റ്റേജിലില്ല, പേജിലില്ല, അപ്രസിദ്ധരായി
ഈ ഉവൈസിനെ പോലെ കഴിഞ്ഞുകൂടുന്ന ഷൈബാനുർ റാഇ എന്ന ആട്ടിടയനായ മനുഷ്യന്റെ മുന്നിൽ ഇമാം ഷാഫിഈ തങ്ങൾ ഇഹ്യയിലത ഗസാലി തങ്ങൾ പറയുന്നു, കാനൽ ഇമാമു ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി യജ്ലിസു ബൈന ഷൈബാനിർ റാഇ കമാ യഖുദു സബിയ്യു ഫിൽ മക്തബി. ഈ ആട്ടിടയനായ ജ്ഞാനിയുടെ മുന്നിൽ ഇമാമുന ഷാഫിഈ തങ്ങൾ ചെന്നിരിക്കും. ഏതുപോലെ? മദ്രസയിൽ ഉസ്താദിന്റെ മുന്നിൽ കുട്ടികൾ ഇരിക്കും പോലെ. അന്നത്തെ മദ്രസയിൽ അന്നത്തെ കുട്ടികൾ ഉസ്താദിന്റെ മുന്നിൽ ഇരിക്കും പോലെ കേട്ടോ. ഇന്നിപ്പോ കോലം വേറെയാണ്. മദ്രസയിൽ വന്നു നോക്കിയാൽ കാണാൻ എങ്ങനെ ഇരിക്കണേന്നുള്ളത്. കുഞ്ഞുങ്ങൾ ഉസ്താദിന്റെ മുന്നിൽ ഇരിക്കുന്നത് പോലെ ഈ ഇമാം ഷാഫിഈ തങ്ങൾ ഈ ആട്ടിടയന്റെ മുന്നിൽ ചെന്നിരിക്കും. വയസ്അലുഹു, എന്നിട്ട് ചോദിക്കും, കൈഫ യഫ്അലു ഫീ കദാ വകദാ, ഈ കാര്യത്തിൽ ഞാൻ എന്താ ചെയ്യേണ്ടേ, അക്കാര്യത്തിൽ ഞാൻ എന്ത് നിലപാടാണ് എടുക്കേണ്ടത്, ഈ വിഷയത്തിൽ ദീനിന്റെ വിധി എങ്ങനെയാണ് പറയേണ്ടത്? ആരോട്? ഈ ആട്ടിടയനോട്. ആരായി ചോദിക്കണം? ഞാനും നിങ്ങളുമല്ല, ഇമാം ഷാഫിഈ തങ്ങൾ. ഇത് കണ്ട നാട്ടുകാര് വന്നിട്ട് പ്രതികരിച്ചു, മിസ്ലുക യസ്അലു ഹാദൽ ബദവിയ, അങ്ങയെപ്പോലത്തെ ഒരു മഹാപണ്ഡിതൻ ഈ ആദിവാസി ജാതിയോട് വന്നിട്ട് ചോദിക്കുക, ഇതെന്താ ഇത്? ബദവി എന്ന് പറഞ്ഞാൽ ആദിവാസി, മലഞ്ചെരുവിലൊക്കെ കഴിയുന്ന ആളെ. അങ്ങയെപ്പോലത്തെ ഒരു മഹാപണ്ഡിതൻ ഒരു വിവരമില്ലാത്ത ഈ കാട്ടുജാതി മനുഷ്യന്റെ മുന്നിൽ വന്നിങ്ങനെ ബഹുമാനിച്ചിരുന്ന് വിജ്ഞാനം പഠിക്കുക, അറിവ് നേടാൻ ശ്രമിക്കുക, ചോദിക്കുക, എന്താണ് ഈ കാണുന്നത്? ഇമാം ഷാഫിഈ തങ്ങൾ പറഞ്ഞ എന്താ, മക്കളെ, പഠിച്ചിട്ട് കിട്ടാത്ത അറിവ് ഇവരിരുന്ന് കിട്ടും. പഠിച്ചിട്ട് കിട്ടാത്ത അറിവ് ഞാൻ എത്ര പഠിച്ചാലും എന്റെ ഉള്ളിൽ എന്താ കുഴപ്പമുണ്ടെന്ന് എനിക്ക് കാണാൻ പറ്റൂല. എന്തിന് അഹങ്കാരം ഉണ്ടോന്ന് എനിക്കറിയാൻ പറ്റൂല. അത് നിഗൂഢമായ അതെനിക്ക് പറഞ്ഞു തരുന്ന ആത്മീയ ചികിത്സകരാണിവർ. പഠിച്ചിട്ട് കിട്ടാത്ത അറിവ് പകർന്നു തരുന്ന ഗുരുക്കന്മാരാണിവര് എന്ന മറുപടിയാ പറഞ്ഞു. ഇമാം അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ സൗദി അറേബ്യയിലെ മദ്ഹബ് ഏതാ? ഹംബലി മദ്ഹബ. അവിടുത്തെ നിസ്കാരം ഹംബലി മദ്ഹബ് പ്രകാരമാണ്. അവിടെ ബിസ്മില്ല. കൈ കെട്ടുന്നത് എങ്ങനെയാണ്? അത് നമ്മൾ കെട്ടും പോലെ തന്നെയാണ് കൈ കെട്ടുന്നത്. അല്ലാതെ അവിടെ ഡേഞ്ചർ സിമ്പലല്ല. ഈ ട്രാൻസ്ഫോമർ വിലൊക്കെ ഉണ്ടല്ലോ, ഒരു ഡേഞ്ചർ സിമ്പല് കണ്ട് അസ്ഥി വെച്ചിട്ട്, അങ്ങനെയല്ല. രണ്ട് ഹറമുക്കും നോക്കി എങ്ങനെ കൈ വെച്ചത്? അവിടെ ഹംബലി മദ്ഹബ് പ്രകാരമാണ്. ശരിയായ റൂട്ടാണ്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ 10 ലക്ഷം ഹദീസ് പഠിച്ച ഇമാമ. അവിടുത്തെ മുസ്നദിന്റെ ആമുഖത്തിൽ കാണാം, മുഖദ്ദിമയിൽ കാണാം, 7 ലക്ഷം ഹദീസുകൾ ഞാൻ ക്രോഡീകരിച്ചു. അതിൽ നിന്നും സെലക്റ്റഡ് ആയത്, തെരഞ്ഞെടുത്തതാണ് ഞാൻ മുസ്നദിൽ പറയുന്നത് എന്ന്. ഇത്ര വലിയ ഇമാം അക്കാലത്ത് ജീവിച്ചിരുന്ന അപ്രസിദ്ധരായി കഴിഞ്ഞിരുന്ന മഹാജ്ഞാനി മഅറൂഫുൽ ഖർഹി റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിലേക്ക് ഓടിച്ചെന്നിട്ട്, എന്റെ കുറ്റവും കുറവൊന്ന് പറഞ്ഞു തരോ, എന്നിലുള്ള പോരായ്മകളൊന്ന് പരിഹരിച്ചു തരോ എന്ന് പറഞ്ഞു ചെന്നു. ആരാ? ഇമാം ഗസാലി, ഹുജ്ജത്തുൽ ഇസ്ലാം. എല്ലാ വിജ്ഞാന ശാഖകളും കലക്കി കുടിച്ച ഇമാം, ഇസ്ലാമിന്റെ ശത്രുക്കളോട് വാദപ്രതിവാദം നടത്തിയ ഇമാം, ധാരാളം കിതാബുകൾ രചിച്ച ഇമാം. അപ്പോഴും ഉള്ളിന്റെ ഉള്ളിൽ, പടച്ചവനെ, ഞാൻ എല്ലാവർക്കും ഉപദേശിക്കുന്ന ആളാണ്, എന്നെ ഉപദേശിക്കാൻ, എന്റെ കുഴപ്പം പറഞ്ഞുതരാൻ പറ്റുന്ന ഒരാളെ എനിക്ക് വേണം. അങ്ങനെ ഒരു ചെരുപ്പ് കുത്തിന്റെ മുന്നിൽ പോകുന്നു. റോഡ് സൈഡിലുണ്ടല്ലേ ചെരുപ്പ് കുത്തുന്ന ആള്. അവസാനം എത്തിപ്പെടുന്നത് യൂസുഫുൻ നസ്സാജ് എന്ന മഹാനായ വലിയന്റെ മുന്നിലാണ്. അദ്ദേഹം ഉമ്മിയാണ്, എഴുതാനും വായിക്കാൻ പോലും അറിയില്ല. യൂസുഫുൻ നസ്സാജ്. ഇമാം ഗസാലി തങ്ങൾ പറയുന്നുണ്ട്, കുൻതു ഫീ മബ്ദഇ അംരി, ഞാൻ ആദ്യകാലത്ത് മുൻകിറൻ ലി അഹ്വാലി സ്വാലിഹീന വ മഖാമാത്തിൽ ആരിഫീൻ, ഞാൻ ആദ്യകാലത്ത് ഇങ്ങനെയുള്ള ആളുകളെയൊന്നും അങ്ങനെ അംഗീകരിക്കൂലായിരുന്നു. ഞാൻ കിതാബ് ഓതിയ ആളല്ലേ, ഞാൻ എന്തിനാ വേറൊരാളോട് ദുആ ചെയ്യാൻ പറയുന്നത്? ഞാൻ തന്നെ തോരുന്നാ പോരെ, ഞാൻ വേറൊരാളോട് എന്തിനാ ചോദിക്കണേ, എനിക്കെന്നെ അറിവില്ലേ? ഈ ഒരു മൈൻഡിൽ ജീവിക്കുന്ന ഒരു കാലം എനിക്കുണ്ടായിരുന്നു. അള്ളാഹുവിന്റെ സ്വാലിഹീങ്ങളെ അംഗീകരിക്കുന്ന ആളായിരുന്നില്ല ഞാൻ. മുൻകിറൻ ലി അഹ്വാലി സ്വാലിഹീന വ മഖാമാത്തിൽ ആരിഫീൻ, അള്ളാഹുവിന്റെ ഔലിയാക്കളായ ആരിഫീങ്ങളുടെ സ്ഥാനങ്ങളെ ഞാൻ നിഷേധിക്കുന്ന ആളായിരുന്നു. പക്ഷെ എന്റെ ഉള്ളില് പഠിച്ചോനെ പഠിച്ചോനെ എന്നുള്ളൊരു വിളി ഉണ്ടായിരുന്നു. ഹത്താ സ്വഹിബ്തു ശൈഖി യൂസുഫൻ നസ്സാജ്, മഹാനായ യൂസുഫുൻ നസ്സാജ് എന്ന ഗുരുവിനെ ഞാൻ കണ്ടെത്തി.
അങ്ങനെ ഗുരുവായി സ്വീകരിച്ച് കുറച്ചു കഴിഞ്ഞപ്പോ ഞാൻ അത്ഭുതം കാണാൻ തുടങ്ങി. എന്താ അത്ഭുതം? ആദ്യം കണ്ട അത്ഭുതം, റഅയ്തുല്ലാഹ ഫിൽ മനാം, ഞാൻ പടച്ചവനെ ഉറക്കത്തിൽ കണ്ടു, അള്ളാനെ. ഇമാം ഗസാലി തങ്ങൾ പറയാണ്, അള്ളാനെ കണ്ടപ്പോ എന്നോട് അള്ളാഹ് പറഞ്ഞത്, യാ അബാ ഹാമിദ് ദഅ ശവാഗിലക്, അബൂ ഹാമിദെ, എടാ ചങ്ങായിയെ, ഇപ്പീ ചെയ്യുന്ന പണിയൊക്കെ ഒന്ന് നിർത്തിയേക്ക്. ഇപ്പൊ ഈ വയലും സ്റ്റേജുകളും പേജുകളും നാട്ടിൽ ഭയങ്കര ഫേമസും ഭയങ്കര ആളാണല്ലോ, ഈ പണിയാണ് നിർത്തുക. എന്നിട്ട് വസുഹബ് അഖ്വാമൻ ജഅൽതുഹും മഹല്ല നളിരി ഫീ അർളി, എന്റെ ഭൂമിയിൽ ഞാൻ സ്ഥിരം നോക്കിക്കൊണ്ടിരിക്കുന്ന ചില ഇഷ്ടദാസന്മാരുണ്ട്. സ്ഥിരം നോക്കുക പറഞ്ഞാൽ അള്ളാഹ് അങ്ങനെ നോക്കി കുത്തിരിക്കുകയെന്നല്ല, അവരെങ്ങനെ പരിപാലിച്ച് വേണ്ടതൊക്കെ കൊടുത്തുകൊണ്ടിരിക്കണ എന്റെ സ്പെഷ്യൽ ആൾക്കാരുണ്ട്. അവരെടുത്ത് ചെന്ന് അവരെ കൂടെ കൂട് അബൂ ഹാമിദെ, ഈ വയലും പരിപാടിയൊക്കെ തൽക്കാലം അങ്ങോട്ട് നിർത്തിവെച്ചിട്ട് എന്റെ ആൾക്കാരടുത്ത് പോയിട്ട് അവിടെ കൂട്. നിന്റെ പ്രശ്നം സ്ഥാനമാനങ്ങൾക്കുള്ള താൽപര്യം, ദുന്യാവിനോടുള്ള താൽപര്യമാണ് എന്നിലേക്ക് എത്താൻ നിനക്ക് തടസ്സം. അത് മാറ്റിയിട്ട് അവരെ കൂടെ കൂട്. ഞാൻ ഞെട്ടി ഉണർന്ന് ഞാൻ നേരെ യൂസുഫ് നസാജ് എന്ന ഗുരുവിന്റെ മുന്നിൽ ചെന്നിട്ട് പറഞ്ഞു, ഞാൻ പടച്ചമ്പരാനെ സ്വപ്നം കണ്ടു, ഇങ്ങനെയൊക്കെ ഉണ്ടായത്. ഫതബസ്സമ റഹിമഹുല്ലാ, അവിടുന്ന് പുഞ്ചിരി തൂക്കിയിട്ട് പറഞ്ഞു, ഹാദിഹി അൽവാഹുനാ ഫിൽ ബിദായ, ഇതൊക്കെ ഈ തുടക്കത്തിൽ ഉസ്താദുമാരുണ്ടല്ലോ സ്ലേറ്റിൽ സ്റ്റാർ ഇട്ടുകൊടുക്കല്, അൽവാഹുനാ ഫിൽ ബിദായത്തി, തുടക്കത്തിൽ ഉസ്താദ് 1ാം ക്ലാസ്സിൽ അക്ഷരം ശരിക്കും എഴുതിയ 3 സ്റ്റാർ ഇട്ടുകൊടുക്കും. ഇതാണിപ്പോ നിനക്ക് കിട്ടിയത്, ഈ 3 സ്റ്റാർ. ബൽ ഇൻ സഹിബ്തനി സതുഖലു ബസീറതുക ബിഇസ്മിദി തഈദ്, നീ ഞാൻ പറഞ്ഞ റൂട്ടിൽ അള്ളാന്റെ മാർഗത്തിൽ എന്റെ കൂടെ വരികയാണെങ്കിൽ നിന്റെ ഉൾക്കണ്ണിന് ഞാൻ സുറുമട്ടു തരും. ബിസ്മിദി തഈദ്, കരുത്തിന്റെ സുറുമമശി കൊണ്ട് നിന്റെ ഉൾക്കണ്ണിന് ഞാൻ സുറുമയിടും. അപ്പൊ ഇതല്ല, അതിനപ്പുറത്തുള്ളത് നിനക്ക് കാണാൻ പറ്റുന്നു. ആര്? ഇമാം ഗസാലി റഹിമഹുല്ലാ. ഇതിപ്പോ ബഗ്ദാദിലുള്ള കഥ, സൗദി അറേബ്യയിലുള്ള കഥ, ഇറാഖിലുള്ള കഥയൊക്കെയല്ലേ. നമ്മളെ കേരളത്തിലെ മഹാഗുരുക്കന്മാർ ഇങ്ങനെ ഉണ്ടെന്നേ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ശുജായി മൊയ്തു മുസ്ലിയാരെ? കേട്ടിട്ടുണ്ടോ? ആരും കേട്ടിട്ടില്ല അല്ലേ? ശുജായി മൊയ്തു മുസ്ലിയാര് നമ്മുടെ ഈ വിളിപ്പാടകലെ ചാവക്കാടിനടുത്തുള്ള അണ്ടത്തോട് ജനിച്ച് വളർന്ന് ജീവിച്ച മഹാപണ്ഡിതൻ, ബഹുഭാഷാ പണ്ഡിതൻ, എല്ലാ ഭാഷയിലും അറിവുണ്ടായിരുന്നു. വലിയ ഗുരുനാഥനായിരുന്നു ആര്? ശുജായി മൊയ്തു മുസ്ലിയാർ. എത്ര കിതാബുകളുണ്ട് അദ്ദേഹത്തിന്, ഗ്രന്ഥങ്ങൾ. ആ മഹാനായ പണ്ഡിതൻ ഉള്ളിൽ ഒരു തേങ്ങൽ. എന്താ തേങ്ങല്? പടച്ചോനെ, എന്റെ ഉള്ളിലെ കുഴപ്പം കാണിച്ചു തരാൻ, എന്റെ ദുസ്വഭാവം എനിക്ക് പറഞ്ഞു തരാൻ പറ്റിയ ഒരാൾ വേണമല്ലോ. ഞാൻ ഇങ്ങനെ പോയാൽ ഒടുവിൽ എന്നെ ഇബിലീസ് എന്റെ ഈമാൻ റാഞ്ചിയാലോ. ഏറ്റവും അധികം ഇബിലീസിന്റെ ഷെറ് വരുന്ന ആ നേരത്തല്ലേ. അപ്പൊ ആ സമയത്തൊക്കെ ഒരു പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരു ഈമാന് കുറവുള്ളതൊക്കെ ഒന്ന് പരിഹരിക്കാൻ ഒരാളെനിക്ക് വേണമല്ലോ. ആര്? ശുജായി മൊയ്തു മുസ്ലിയാർ. ഇങ്ങനെ നിരന്തരം ദുആ ചെയ്ത് അള്ളാഹിനോട് കരഞ്ഞ്, അല്ലാഹുമ്മ ഔസിൽനി ഇലാമൻ യൂസിലുനി ഇലൈക്, എന്റെ കുറവുകൾ നികത്തി നിന്നിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോകുന്ന, സിറാത്തും മുസ്തഖീമിലൂടെ കൊണ്ടുപോകുന്ന, അല്ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലല്ലാലീൻ എന്ന ക്വാളിഫിക്കേഷനുള്ള ഒരാളിലേക്ക് എന്നെ ചേർത്തൂലേ പടച്ചോനെ. കരഞ്ഞു നടക്കന്നെ ഈ ദുആ. എന്റെ കുഴപ്പം കാണിച്ചു തരുന്ന ഒരാളെ താ അല്ലാ, എന്റെ കുറവ് നികത്തി തരുന്ന ഒരാളെ കൊണ്ടല്ല. ഒരു ദിവസം പുണ്യ റസൂലിനെ സ്വപ്നത്തിൽ കണ്ടു സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാന്റെ റസൂലിനെ ശുദ്ധിയോടെ കണ്ടാൽ ഒരു റസൂലിനെ തന്നെ കണ്ടതെന്നാണ് റസൂലുള്ള പറഞ്ഞത്. അവിടെ ശൈത്താൻ ഇടപെടൂലാണ്. കണ്ടിട്ട് പറഞ്ഞു, മൊയ്തു മുസ്ലിയാരെ, നിങ്ങളൊരു കാര്യം ചെയ്യ്, നിങ്ങളെ കയ്യിലുള്ള ആ തസ്ബീഹ് മാലുണ്ടല്ലോ, അത് നിങ്ങളോട് ആരാണോ ആദ്യം ചോദിക്കുന്നത് എനിക്ക് വേണമെന്ന് ആ ആളെ പിടിച്ചോ. ആ ആളെ എന്റെ ആളാണ്, എന്നിലേക്ക് വഴി കാണിച്ചു തരും, നിങ്ങളെ കുറവ് പറഞ്ഞു തരും. ശുജായി മൊയ്തു മുസ്ലിയാർ പിന്നെ പോണോടത്തൊക്കെ ആ മാല നീട്ടിയിട്ടാ പോണേ. ആരാതൊന്നും മേടിച്ചാ ആ ആളെ പിടിച്ചാൽ മതിയല്ലോ സ്വർഗത്തിലെത്താൻ. അത് അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട സിറാത്തും മുസ്തഖീമിലൂടെ കൊണ്ടുപോകുന്ന ആളാണല്ലോ. മാലയും പിടിച്ച് ഇങ്ങനെ പള്ളിയിലൂടെ നടന്നു നോക്കി, ആരും പള്ളിയിൽ നിന്ന് മേടിക്കാനില്ല. മുഅ്മിനീങ്ങൾ കൂടുന്നോടത്തൊക്കെ നടന്നു നോക്കി, കൊല്ലങ്ങൾ ഈ മാലയും പിടിച്ച് അങ്ങനെ നടന്ന് ആരും മേടിക്കണില്ല. ഒരു ദിവസം അണ്ടത്തോട് അങ്ങാടിയിൽ ഇറങ്ങിയിട്ട് സന്ധ്യ മയങ്ങി ഇരുളിത്തുടങ്ങി വീട്ടിലേക്ക് പോകാൻ. അന്ന് ടോർച്ചും കട്ട ടോർച്ച് തന്നെ അല്ലാത്ത കാലാണ്, ബാറ്ററി ടോർച്ച് തന്നെ. അന്ന് ചൂട്ട് ഓർമ്മയുണ്ട്, എനിക്കൊക്കെ ഓർമ്മയുണ്ട്. എന്റെ കുഞ്ഞുനാളിലൊക്കെ ഇങ്ങനെ ചൂട്ട് മിന്നിപ്പോകുന്നത്. നിങ്ങൾക്ക് വയസ്സായ ആൾക്കാർക്കൊക്കെ ഓർമ്മ ഉണ്ടാവും. ചൂട്ടിന്റെ കാലാണ്. മൊയ്തു മുസ്ലിയാർ അവിടെ ഒരു ചൂട്ടുകാരൻ മൊയ്തീൻകുട്ടിയുണ്ട്.
ചൂട്ടുകാരൻ മൊയ്തീൻകുട്ടി കവലയിൽ അണ്ടത്തോട് കവലയിൽ ചൂട്ട് വിൽക്കും. അവിടെ ചെന്നിട്ട് മൊയ്തീൻകുട്ടി ഒരു ചൂട്ട് ഇങ്ങോട്ട് എടുത്താറുന്നു. അത് കൊടുത്ത് ഉസ്താദെ അത് കൊടുത്ത്. അങ്ങനെ ബെൽറ്റില് കാ പൈസ അരപ്പൈസ ഓട്ട പൈസന്റെ ഒക്കെ കാലല്ലേ, ചില്ലറ നോക്കുമ്പോ ചില്ലറില്ല. അപ്പൊ ഷുജായി ഉസ്താദ് പറഞ്ഞു, മൊയ്തീൻകുട്ടിയെ ചില്ലറൊന്നുമില്ല, പൈസ നമുക്ക് നാളടക്കാറ്. അപ്പൊ മൊയ്തീൻകുട്ടി പറഞ്ഞു, ഉസ്താദെ ആ ചൂട്ടിന് പൈസ വേണ്ട, പറ്റുമെങ്കിൽ ആ തസ്ബീഹ്മാല അങ്ങോട്ട് തന്നേക്കുക. അപ്പോ ഉസ്താദ് പറഞ്ഞു, അത് നിനക്ക് തരൂല, അത് നിനക്കുള്ളതല്ലത്, ഈ തസ്ബീഹ്മാല തരൂല, ഞാൻ പൈസ നാളെ വരുമ്പോ തരാം, അപ്പൊ ചില്ലറില്ലാത്തതുകൊണ്ടാണ്. അപ്പോഴും മൊയ്തീൻകുട്ടി പറഞ്ഞു, ഉസ്താദെ പൈസ എനിക്ക് ഏതായാലും വേണ്ട, പറ്റുമെങ്കിൽ ആ തസ്ബീഹ്മാല തന്നേക്കുക, അത് നിനക്ക് തരൂല, ഈ മാല നിനക്ക് തരാൻ പറ്റിയ മാലയല്ല. അപ്പൊ എണീറ്റാണ് നിന്നു ചൂട്ടുകാരൻ മൊയ്തീൻകുട്ടി താടിയിൽ പിടിച്ചിട്ട്, എന്താടാ നീ ഒത്തിരി കാലായി അള്ളഹാനോട് ഈ കരഞ്ഞതുമായിരുന്നത്, സ്വപ്നത്തിൽ റസൂല് വന്ന് എന്താടാ നിന്നോട് പറഞ്ഞു ചോദിച്ചു. അവിടെ വീണു കാലിക്കാൻ. ആര്? ചൂട്ടുകാരൻ മൊയ്തീൻകുട്ടി. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്കുള്ള കുഴപ്പം കുറച്ചൊക്കെ കിബിറുള്ളിൽ കയറിയിട്ടുണ്ട്, വലിയ ഉസ്താദാണ്, എല്ലാവരും ബഹുമാനും കോയിറച്ചി ആട്ടിറച്ചിയൊക്കെ തിന്നിട്ട് ഈ തടിച്ചു കൊഴുത്തിട്ട് കുറച്ച് കിബിറുള്ളിൽ കിടക്കുന്നുണ്ട്, നാളെ ഒരു ചെണ്ട മേടിച്ചിട്ട് ഈ അങ്ങാടി കൂടി അത് മുട്ടി നടക്കുകയാണ്. അങ്ങനെ ഉണ്ടാവും. ഞാൻ അപ്പൊ നാളെ ഒരു ദിവസം മുട്ടി കവലക്കുടി നടന്നാൽ ഈ പൂളമ്പാറ കൊണ്ടുപോയി അഡ്മിറ്റ് ആക്കും നിങ്ങൾ എന്നെ, ഇല്ലേ? എന്റെ കിബിറ് പോകാൻ അതേ മരുന്നുള്ളെങ്കിൽ ഞാനത് ചെയ്യേണ്ടി വരും. അതാണ് ചെയ്തോർ. പിന്നെയാണ് സഫലമാല അടക്കമുള്ള ആത്മജ്ഞാനത്തിന്റെ നീരുറവ നിർഗളിക്കുന്ന കവിതകളും കിതാബുകളും മൊയ്തു മുസ്ലിയാർ രചിച്ചത്. സഫലമാല കേട്ടിട്ടുണ്ടോ? പൊട്ടാ നീ മുന്തുള്ളി പിഞ്ചോരക്കട്ട, പിന്നിന്ന് കാഷ്ടം ചുമന്നോരു കൊട്ട, പെട്ടാലോ ചത്ത ചകമല്ലേ പൊട്ട, പറനിന്നുടൽക്ക് ബഹുമാനം പൊട്ട. മൊയ്തു മുസ്ലിയാരെ ഈരടിയാണത്. ഈ ചൂട്ടുകാരനെ കിട്ടിയതിന് ശേഷമാണ് ഇങ്ങനെ പാടാൻ കിട്ടിയത്. അതിന്റെ മുന്നേ ഉദുവിന്റെ മസാലയൊക്കെയാണ് ഉണ്ടായിരുന്നത്. പൊട്ട, എടാ പൊട്ടന്മാരെ, നിൻ മുൻതുള്ളി, നിന്റെ ആദ്യത്തെ അവസ്ഥ ഇന്ദ്രിയത്തുള്ളി ബീജത്തുള്ളിയിരുന്നടാ ആദ്യം നീ. പിൻചോരക്കട്ട, അതിനുശേഷം ഉമ്മാന്റെ ഉദരത്തിൽ നീ ഭ്രൂണമായി ചോരക്കട്ടയുന്നടാ. പിന്നിന്ന് കാഷ്ടം ചുമന്നോരു കൊട്ട, ഇന്നത്തെ നിന്റെ അവസ്ഥ കാഷ്ടം ചുമന്നൊരു കൊട്ടയാണ് നീ. ശരിയല്ലേ? 4 തവണ വയറ്റിന്ന് പോയാൽ പിന്നെ ഈ അന്തസ്സൊന്നും ഉണ്ടാവില്ല, ഒടിഞ്ഞു തൂങ്ങി അവിടെ വീഴൂലേ. മര്യാദക്ക് 4 തവണ വയറ്റി കിടക്കണ ആ സാധനം മോഷൻ പോയി തീർന്നാല് എണീറ്റിക്കാൻ പറ്റുമോ? സോഡിയം പോയി, അത് പോയി, ഇത് പോയി, ഒരാളാണ് വീഴൂലേ. നമ്മളെ നിർത്തുന്ന സാധനം ഉള്ളിലെ മറ്റേ സാധന. പിന്നിന്ന് കാഷ്ടം ചുമന്നോരു കൊട്ട, ജീവിച്ചിരിക്കുന്ന കാലത്ത് ഇപ്പോൾ നീ ഒരു കാഷ്ടം ചുമന്ന കൊട്ടയാണടോ. പെട്ടാലോ ചത്ത ചകമല്ലേ പൊട്ട, കാറ്റുപോയാൽ മരണപ്പെട്ടാൽ നീ വെറും ശവമല്ല പൊട്ട. മയ്യിത്തെന്ന് ബഹുമാനിച്ചു വിളിച്ചാലും ആ മയ്യിത്തെന്ന അറബി വാക്കിന് ഡിക്ഷണറി മലയാളം എടുത്ത് വായിച്ചു നോക്കി ശവന്നാ എഴുതി വെച്ചത്. മരണപ്പെട്ട നീ ശവാണ്. പിന്നെ മെയ്ദീനാജിയല്ല, ശിയാബുദ്ദീൻ ഫൈസിയല്ല, ശവാടാ മയ്യിത്തേ. പറനിന്നുടൽക്ക് ബഹുമാനം പൊട്ട. എന്നിട്ട് നീ അഹങ്കരിച്ച് നടക്കാൻ, നിന്റെ ഉടലിന് ഈ തടിക്ക് എന്ത് ബഹുമാനാടാ ഉള്ളത്? ഇതൊക്കെയാണടാ നിന്റെ അവസ്ഥ. ഇങ്ങനെ പാടി പറഞ്ഞു നടന്നു മൊയ്തു മുസ്ലിയാർ. ഞാൻ ഒരിക്കൽ സ്ഥലത്ത് വയറിഞ്ഞിട്ട് ആരോ പിന്നെ അണ്ടത്തോട് പോയി അങ്ങേരെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി തപ്പി വെക്കുമ്പോൾ അവിടെ കബറ് കാണില്ല. അവിടെ കബറ് കാണൂല. ഹജ്ജിന് പോയിട്ട് ജിദ്ദയിൽ വെച്ചാണ് ഷുജായി മൊയ്തു മുസ്ലിയാർ വഫാത്തായത്. അദ്ദേഹത്തിന്റെ കബറ് ജിദ്ദയിലാണുള്ളത്. ഞാനൊരു സ്ഥലത്ത് വയറിഞ്ഞപ്പം താല്പര്യപൂർവ്വം ഒരാൾ വണ്ടി കയറി അണ്ടത്തോട്, എന്നിട്ട് കബറ് വെച്ച് നോക്കുമ്പോൾ അവിടുത്തെ നാട്ടുകാർക്ക് എന്നെ കബറ് കാണിച്ചു കൊടുക്കാൻ വയ്യ. അവിടെ എല്ലാ കബറ് സൗദി അറേബ്യയിലാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇത്ര ചരിത്രവും കാര്യങ്ങളൊക്കെ ഇപ്പൊ പറഞ്ഞെന്തിനറിയോ? നമ്മൾ ആരും നിന്ദിക്കണ്ട, നമ്മൾ നമ്മളെ നിന്ദിച്ചാൽ മതി. നമ്മൾ നമ്മളെ നിന്ദിക്കുക, നമ്മളെ കുറവ് ഓർക്കുക, അത് ഓർത്തെടുക്കുക. എന്നിട്ട് നമ്മളെ കുറവിനെ കുറിച്ച് നമ്മൾ ഉത്ബുദ്ധരായിരിക്കുക. ആരെയും നിന്ദിക്കണ്ട. അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട ആളെ ആരാന്ന് പറയാൻ പറ്റുമോ? ഞാൻ ഉറപ്പിച്ച് ഞാൻ വിശ്വസിക്കുന്നു, ഈ ഇരിക്കുന്നവരിൽ എന്നെക്കാൾ മീതെ റബ്ബിന് തൃപ്തിപ്പെട്ടവരുണ്ടാകുമെന്ന് ഞാനൊരു വാഭംഗി പറയല്ല, ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. എത്ര മുഅ്മിനീങ്ങൾ അവിടെ കൂടിയത്? അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നമ്മളെ കുറവ് കാണിച്ചു തരാൻ പറ്റുന്ന ഒരാൾ ഇന്നിപ്പോ ഒരാളെ കുറവ് പറഞ്ഞു കൊടുത്താലേ, സ്നേഹത്തോടുകൂടെ പറഞ്ഞു കൊടുത്താൽ തന്നെ അവിടുന്ന് കെട്ട് മുക്കി മരണ്ടന് പോരും. എന്നോടവൻ പറയാൻ അവൻ ആരാ? ഉള്ളില്. അതെ, ആ സബീന്ന് ആ ഡയലോഗ് വേണ്ടിണ്ടായിരുന്നില്ല.
ഇത് ആളടിയൊന്നുമല്ല, ഒറ്റയ്ക്ക് വിളിച്ചിട്ടെ, ആ സബീന ഒരു സംസാരം വേണ്ടി, അത് നീ എന്നോട് പറയാൻ നീ ആരാ? ചിലപ്പോ അപ്പൊ തന്നെ പറയും. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ ഉള്ളിൽ എന്നെ ഉപദേശിക്കാൻ ഞാൻ അത്രയല്ലേ പറഞ്ഞിട്ടുള്ളൂ, അത്രയൊന്നും പറഞ്ഞാൽ പോരായിരുന്നു അവിടെ. ഈ ന്യായം മാറ്റിവെച്ചിട്ട് ഉള്ളിലേക്ക് നോക്കിയിട്ട് ആ കുറവ് നികത്താൻ ഒന്നാമത്തെ മാർഗം അത് നികത്തുന്നവരെ കണ്ടെത്തി നികത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിഷ്ടപ്പെട്ടവരെ ആദരിക്കാനും അവരെ മാർഗം പിന്തുടരാനും നമുക്കൊക്കെയും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇനി നമ്മുടെ കുറ്റം കണ്ടെത്താനുള്ള രണ്ടാമത്തെ വഴി ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച പരിശോധിക്കാം. 4 വഴിയുണ്ട്. ആ 4 വഴിയും പഠിച്ചാൽ ഉറപ്പ് നമ്മളെ കുറവ് നമുക്ക് കണ്ടെത്താൻ പറ്റും. കണ്ടെത്തിയാൽ നമുക്കത് തിരുത്താൻ പറ്റും. തിരുത്തിയാൽ നമുക്ക് നമ്മളെ റൂട്ട് ക്ലിയർ ആക്കാൻ പറ്റും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.